ഹലോ എഡ്യൂക്കേറ്റേഴ്സ്, PSC ആൻഡ് SSC വൺ ടൈം രജിസ്ട്രേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഒരു കാൻഡിഡേറ്റ് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുന്നതെന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSC വെബ്സൈറ്റിൽ എങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ നടത്താമെന്ന് മനസ്സിലാക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, SSC വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് PSCയിൽ നിന്ന് ഒരുപാട് വ്യത്യാസം കാണാൻ കഴിയും. പ്രധാനമായും വൺ ടൈം രജിസ്ട്രേഷന് വേണ്ടി SSC വെബ്സൈറ്റിൽ ആദ്യം തന്നെ ഫോട്ടോ അതേപോലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ഇത് വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം കാൻഡിഡേറ്റ് ഒരു ജോബിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ലൈവ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതുള്ളൂ. രണ്ടാമതൊരു വ്യത്യാസം എന്ന് പറയുന്നത്, PSCയിൽ നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പർ അതേപോലെ തന്നെ മെയിൽ ID ഇവ വൺ ടൈം രജിസ്ട്രേഷൻ സമയത്ത് വെരിഫൈ ചെയ്യുന്നില്ല. ഇവിടെ SSC വെബ്സൈറ്റിൽ നമ്മൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ലൈവ് വെരിഫിക്കേഷൻ OTPയിലൂടെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ഒരു ഫോൺ നമ്പറും മെയിൽ IDയും ഉപയോഗിച്ച് ഒരു കാൻഡിഡേറ്റിന് മാത്രമേ SSC വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് ഓർമ്മിക്കാം. അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ് ഈ രജിസ്ട്രേഷൻ സമയത്ത് കൂടെ ഉണ്ടാകുക എന്നത് SSC രജിസ്ട്രേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് SSC വെബ്സൈറ്റിൽ എങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നതെന്ന് കൃത്യമായി നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡിങ്ങിന്റെ സഹായത്തോടുകൂടി നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇവിടെ ക്രോമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ക്രോമിൽ ഗൂഗിളിൽ ജസ്റ്റ് SSC വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഫസ്റ്റ് പേജ് തന്നെ ssc.gov.in എന്നുള്ള വെബ്സൈറ്റ് ആണ്. ഇതിന്റെ ഹോം പേജ് ആണ്. ഓർമ്മിക്കുക, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഒരു ഓൾഡ് വെബ്സൈറ്റ് ഉണ്ട്. അത് ssc.nic.in ആണ്. നേരത്തെ ആ nic.in ssc.nic.in എന്ന വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയവരാണെങ്കിൽ പോലും പുതിയ വെബ്സൈറ്റിൽ നിർബന്ധമായും OTR ചെയ്യാൻ, വൺ ടൈം രജിസ്ട്രേഷൻ നടത്താൻ SSC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പഴയ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഈ OTR, ഈ വൺ ടൈം രജിസ്ട്രേഷൻ ഇല്ലാതാകുന്നില്ല. അത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഗൂഗിളിൽ SSC എന്ന് മാത്രമാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ പഴയ വെബ്സൈറ്റ് ആണ് വരുന്നത്. ആ പഴയ വെബ്സൈറ്റ് ആണ് വരുന്നതെങ്കിൽ അതിൽ ശ്രദ്ധിക്കുക, ssc.nic.in ആയിരിക്കും അതിലെല്ലാം രജിസ്ട്രേഷൻ നടത്തേണ്ടത്. പുതിയ വെബ്സൈറ്റ് ssc.gov.in ആണെന്ന് കൃത്യമായിട്ട് ഓർമ്മിക്കുക. അതിലൊരു നല്ല മാർഗം എന്ന് പറയുന്നത് SSC വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് തന്നെ കീവേഡ് വെച്ചുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്തിച്ചേരുന്നത് ഈ വൺ ടൈം രജിസ്ട്രേഷന്റെ പേജിൽ തന്നെ ആയിരിക്കും. നമുക്ക് ആ പേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാം ഈ വൺ ടൈം രജിസ്ട്രേഷന്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത്. 4 സ്റ്റെപ്പാണ് പറയുന്നത് വൺ ടൈം രജിസ്ട്രേഷന്. ഒന്നാമതായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ്. അതിൽ നമ്മൾ കാൻഡിഡേറ്റിന്റെ പേര്, ഐഡന്റിഫിക്കേഷൻ, അതേപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുണ്ട്. ഇവിടെയാണ് നമ്മൾ മെയിൽ IDയും അതേപോലെ തന്നെ മൊബൈൽ നമ്പറൊക്കെ OTP വെരിഫൈ ചെയ്യുന്നു മനസ്സിലാക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് പാസ്വേഡ് ക്രിയേഷൻ ആണ്. പാസ്വേഡിന് പ്രത്യേകത പറഞ്ഞിട്ട് 8 ക്യാരക്ടേഴ്സ് ആണ് വേണ്ടത്. അതേപോലെ തന്നെ അവിടെ ചെറിയ അക്ഷരം അതേപോലെ വലിയ അക്ഷരം, ദെൻ അക്ഷരവും അക്കവും സ്പെഷ്യൽ ക്യാരക്ടറും എല്ലാം ചേർന്നിരിക്കുന്ന പാസ്വേഡ് ആയിരിക്കണം. സ്ട്രോങ് പാസ്വേഡ് തന്നെ ചൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കാൻഡിഡേറ്റിന്റെ നാഷണാലിറ്റി, അഡ്രസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കുന്ന മൂന്നാമത്തെ ഭാഗം അഡീഷണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഫൈനലി കാൻഡിഡേറ്റിന്റെ ഒരു ഡിക്ലറേഷൻ ആണ്. ഈ കൊടുത്ത വിവരങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് നമുക്ക് വൺ ടൈം രജിസ്ട്രേഷന്റെ 4 സ്റ്റെപ്പ് എന്ന് മനസ്സിലാക്കാം. SSCയുടെ ഹോം പേജ് നമുക്കൊന്ന് ആദ്യം കാണാം. അതിനുശേഷം നമുക്ക് ഈ വൺ ടൈം രജിസ്ട്രേഷനിലേക്ക് പോകാം. ഇതാണ് SSCയുടെ ഹോം പേജ്. ഇതിലാണ് നിങ്ങൾ എത്തിച്ചേരുന്നതെങ്കിൽ ഇതിലെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന ഭാഗത്താണ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ കഴിയുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ആ കാൻഡിഡേറ്റിന്റെ രജിസ്ട്രേഷൻ നമ്പറും അതേപോലെ പാസ്വേഡും ടൈപ്പ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാം. എന്നാൽ പുതിയ യൂസർ ആണെങ്കിൽ രജിസ്റ്റർ നൗ എന്നൊരു ഓപ്ഷൻ കാണുന്നു. നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നൗ. ഇതാണ് നേരത്തെ കാണിച്ച രജിസ്റ്റർ നൗ എന്നുള്ള ആ ഒരു 4 സ്റ്റെപ്പിന്റെ വീണ്ടും ഡീറ്റെയിൽസ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്താൽ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആദ്യം എൻറ്റർ ചെയ്യാനുള്ളത്. ഈ ഒരു പേജിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മളോട് ചോദിക്കുന്നത് നോക്കാം.
ഒന്നാമതായിട്ട് ആധാറാണ്. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ കാർഡായി മാറുക. ആധാർ ഇല്ല എന്നാണ് കൊടുക്കുന്നതെങ്കിൽ മറ്റ് ID കാർഡുകൾ, വോട്ടേഴ്സ് ID കാർഡോ പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇനി അടുത്ത ചോദ്യം വരുന്നത് കാൻഡിഡേറ്റിന്റെ പേരാണ്. മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, ദാറ്റ് മീൻസ് SSLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് ഉള്ളത് കൃത്യമായിട്ട് SLC ബുക്കിലുള്ളത് പ്രകാരം തന്നെ പേര് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി SLC ബുക്കിലുള്ളത് പോലെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. ഇനി SSLC ബുക്കിൽ എങ്ങനെയാണോ പേരുള്ളത്, ഒരു പക്ഷേ അതിനുശേഷം ചില ആൾക്കാരുടെയൊക്കെ പേര് ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ മാറ്റിയിരിക്കാം. അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഡു യു എവർ ചേഞ്ച് നെയിം എന്നൊരു ചോദ്യമുണ്ട്. അവിടെ നമുക്ക് ആണെങ്കിൽ, അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ യെസ് കൊടുത്തുകൊണ്ട് പുതിയ പേരെന്താണെന്ന് കൊടുക്കാം. അപ്പോഴും ശ്രദ്ധിക്കുക, അങ്ങനെ മാറ്റിയ പേരാണെങ്കിൽ പോലും അതല്ല ആദ്യം കൊടുക്കേണ്ടത്. ആദ്യം കൊടുക്കേണ്ടത് SSLC ബുക്കിലുള്ള പേര് തന്നെയാണെന്ന് ഓർമ്മിക്കുക. ജെൻഡർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ വീണ്ടും ചൂസ് ചെയ്യുന്ന എല്ലാ ഓപ്ഷൻസും 1-2 പ്രാവശ്യം എൻ്റർ ചെയ്തുകൊണ്ട് വീണ്ടും അത് വെരിഫൈ ചെയ്യുകയാണ്. കാരണം തെറ്റു വരുത്തുന്നില്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രൊസീജിയർ. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണാം, DDMMYY എന്നാണ് കൊടുക്കേണ്ടത്. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോകുന്ന പേടിയുള്ള ആൾക്കാർക്ക് നമ്മുടെ ഈ ഒരു പേജിന്റെ അവസാന ഭാഗത്ത് അല്ലെങ്കിൽ ഈ പേജിന്റെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന് നേരെ തന്നെ കലണ്ടർ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കലണ്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കലണ്ടറിൽ നിന്ന് ഡേറ്റ് ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാകും. ശേഷം ഫാദേഴ്സ് നെയിം ആണ്, അതേപോലെ മദേഴ്സ് നെയിം, ഇവ രണ്ടും വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ മെട്രിക്കുലേഷൻ ബോർഡ് ഏതാണ്, SSLC ആണെങ്കിൽ കേരള SSLC അവിടെ നമുക്ക് കാണാൻ പറ്റും, അതും. ഇനി അതേപോലെ തന്നെ ആ സമയത്ത് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലെ നമ്മുടെ റോൾ നമ്പർ എന്താണോ, രജിസ്റ്റർ നമ്പർ എന്താണോ, ആ നമ്പർ കൂടെ ടൈപ്പ് ചെയ്യുന്നു. ഏത് വർഷമാണ് പാസ് ചെയ്യുന്നു ചോദിക്കുന്നു. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ അത് തന്നെ കൊടുക്കാം. ഇനി അല്ലാതെ ഇപ്പോൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ആ ഗ്രാജുവേറ്റ് കൊടുത്താൽ മതി. നിങ്ങൾ ഏതാണോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ അതവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി മൊബൈൽ നമ്പർ വെരി ഇമ്പോർട്ടൻറ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. OTP വരും, അത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തത് ഇമെയിൽ ID ആണ്. ഇമെയിൽ IDയും ഇതേപോലെ OTP വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട്. അവിടെ ശ്രദ്ധിക്കുക, ഒരു കാര്യം പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ഓഫ് മൊബൈൽ ഓർ ഇമെയിൽ ID, ഒന്നുകിൽ മൊബൈൽ നമ്പറോ ഇനി അല്ലെങ്കിൽ ഇമെയിൽ IDയോ OTP വാലിഡേഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് ഒന്നാമത്തെ പേജിൽ നമ്മളോട് പറഞ്ഞിരുന്നത്. ഇതിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അടുത്ത പേജിലേക്ക് പോകാം. അവിടെ പാസ്വേഡ് ക്രിയേഷൻ, അതേപോലെ തന്നെ അഡീഷണൽ ഡീറ്റെയിൽസ് ലൈക്ക് നമ്മുടെ കാൻഡിഡേറ്റിന്റെ നാഷണാലിറ്റിയും അഡ്രസ്സും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതേപോലെ ഫൈനൽ ഡിക്ലറേഷൻ നടത്തിക്കൊണ്ട് 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാം. ഇതിലെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, SSLC സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ ഈവൻ ഫാദേഴ്സ് നെയിം അതേപോലെ മദേഴ്സ് നെയിം ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ കൊടുക്കുക. അത് വളരെ കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പല രേഖകളിലും പേരുകളൊക്കെ മാറ്റമുള്ള ആൾക്കാരുണ്ടാകും. അങ്ങനെയാണെങ്കിൽ എന്താണോ SSLC സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പാരൻസിന്റെ പേരൊക്കെ ഉള്ളത് അതിനനുസരിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും 2 തവണ എൻ്റർ ചെയ്തുകൊണ്ട് കൺഫേം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അവിടെ സെൻഡ് OTP എന്നൊരു ഓപ്ഷൻ വരുന്നു. ഒന്നുകിൽ ആ സമയത്ത് നമുക്ക് OTP വെരിഫിക്കേഷൻ നടത്താം. ഇനി മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് മെയിൽ ID വെരിഫൈ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിർബന്ധമായും വെരിഫൈ ചെയ്താൽ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് ഓർമ്മിക്കാം. ഞാനിവിടെ ഇമെയിൽ ID ആണ് വെരിഫൈ ചെയ്യുന്നത്. ഇമെയിൽ IDയിൽ OTP ലഭ്യമായിട്ടുണ്ട്, ഞാനത് വെരിഫൈ ചെയ്യാണ്. ഓക്കെ, ഇമെയിൽ ID വാലിഡേഷൻ നടത്തിയിട്ടുണ്ട്. എൻ്റെ മൊബൈൽ ഫോണിലാണ് വീഡിയോ റെക്കോർഡ് ആകുന്നത് എന്നതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം മൊബൈൽ വെരിഫിക്കേഷൻ ഇപ്പോൾ നടത്തുന്നില്ല. രണ്ടും ഇവിടെ വെരിഫൈ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഏതായാലും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. ഒന്നാമത്തെ ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണും. നമ്മൾക്ക് ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നത് കാണാൻ പറ്റും. ഈ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ വാലിഡേറ്റ് ചെയ്തിരിക്കുന്ന ഇമെയിൽ IDയിലേക്കും അതേപോലെ മൊബൈൽ നമ്പറിലേക്കും വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അവിടെ ഒരു 1 ടൈം പാസ്വേഡ് കൂടെ ലഭിക്കും. ഈ പാസ്വേഡും അതേപോലെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നീട് ലോഗിൻ ചെയ്യേണ്ടത്. നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കാം, ഇതൊരു ആദ്യഘട്ടം എന്ന രൂപത്തിൽ. പക്ഷേ വിത്തിൻ 30 ഡേയ്സ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ്, ദാറ്റ് മീൻസ് പാസ്വേഡ് ക്രിയേഷൻ, അഡീഷണൽ ഡീറ്റെയിൽസ് എൻട്രി, ഡിക്ലറേഷൻ എന്നിവ നടത്തിക്കൊണ്ട് OTR 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതുണ്ട്.
അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുമെന്നാണ് SSC നമ്മളോട് പറയുന്നത്. ഏതായാലും അത് നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഏതാനും കുറച്ച് സമയം കൂടെ മാത്രം മതിയാകും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടെ എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാം. നമ്മളിവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് നമ്മൾക്ക് മെയിലിലേക്ക് അയച്ചു തന്നിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആ സ്ക്രീനിൽ കണ്ടിരിക്കുന്ന രജിസ്ട്രേഷൻ നമ്പറാണ്. ഇവിടെ ഓർമ്മിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ യൂസർ ID അല്ല, പകരം രജിസ്ട്രേഷൻ നമ്പറാണ് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് ഫർദർ പ്രൊസീഡ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് മെയിൽ ID ലഭിച്ചിരിക്കുന്ന പാസ്വേഡാണ് ഇവിടെ കൊടുക്കേണ്ടത്, വൺ ടൈം പാസ്വേഡ്. നേരത്തെ മൊബൈൽ നമ്പറും ഇമെയിൽ ID വെരിഫൈ ചെയ്യാൻ വേണ്ടി വന്ന OTP അല്ല ഇത്, പകരം പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മെയിൽ ID മൊബൈലിലേക്കും വന്നിരിക്കുന്ന യൂസർ നെയിമിൻ്റെ അല്ലെങ്കിൽ യൂസർ ID കൂടെയുള്ള OTP ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അവിടെ ഒരു ക്യാപ്ച ക്ലിക്ക് ചെയ്യാനുണ്ട്. ഒരു നോർമൽ ക്യാപ്ചയാണ്, നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ക്യാപ്ചയാണ് കാണാൻ. നിങ്ങൾക്ക് ഈ ക്യാപ്ച കൂടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്യാപ്ച ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സൈൻ ഇൻ കൊടുക്കാം. ഓക്കെ, നമ്മൾ സൈൻ ഇൻ ചെയ്തു. ഇവിടെയാണ് നമ്മുടെ പുതിയ പാസ്വേഡ് ക്രിയേഷൻ, അതായത് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു എന്നർത്ഥം. നമ്മുടെ ഓൾഡ് പാസ്വേഡ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്ന മൊബൈൽ നമ്പറിൽ വന്നിരിക്കുന്ന പാസ്വേഡ്. ഇനി നമുക്ക് ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ ന്യൂ പാസ്വേഡ് സെറ്റിങ്ങിലുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു ഓർക്കുന്നുണ്ടാകാം. മിനിമം 8 characters, 1 or more upper case letter, that means ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം. ഇൻക്ലൂഡ് 1 or more lower case letter, അതായത് സ്മോൾ ലെറ്റേഴ്സ് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഒന്നോ അതിലധികമോ നമ്പർ നമുക്ക് കൊടുക്കാം. അതേപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഹാഷ്, ഡോളർ, ദെൻ ആംബർസൺ, പെർസെൻറ്റേജ്, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ കീബോർഡിൽ കാണുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ക്യാരക്ടർ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സ്ട്രോങ് പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഓരോന്ന് ഗ്രീൻ ആയി വരുന്ന കാണാം. എല്ലാം ശരിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്തു. ആ പാസ്വേഡ് നമ്മളോട് കൺഫേം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. സെയിം പാസ്വേഡ് മാച്ച് ആകുന്ന സമയത്ത് താഴെയുള്ള മിസ്മാച്ച് ഉള്ള ആ ഒരു റെഡ് സിഗ്നൽ ഒരുപാട് കാണാൻ പറ്റും. നിങ്ങളോട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സപ്പോസ് നിങ്ങൾ പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ അത് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമുക്ക് സിറ്റി വെർ യു ബോൺ ഇൻ, എവിടെയാണ് ജനിച്ചത്, അല്ലെങ്കിൽ മദേഴ്സ് മെയ്ഡൻ നെയിം, അതുപോലെ ഫേവറേറ്റ് മൂവി ഏതാണ്, അതേപോലെ ഫസ്റ്റ് സ്കൂൾ ഏതാണ്, അതേപോലെ ഫേവറേറ്റ് ബുക്ക് ഏതാണ്. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പിന്നീട് പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ട സമയത്ത് ആവശ്യം വന്നേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുന്ന 2 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഈ പേജിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. യെസ്, പാസ്വേഡ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് വീണ്ടും പുതിയ പാസ്വേഡ് വെച്ചുകൊണ്ട് റീലോഗിൻ ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ID നേരത്തെ മെയിലിൽ വന്നിട്ടുണ്ട്. പുതുതായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ക്യാപ്ച ഉണ്ട്. ക്യാപ്ച വളരെ സിമ്പിളാണ്, നേരെ നമുക്ക് വായിക്കാൻ കഴിയുന്ന നോർമൽ ലെറ്റേഴ്സ് തന്നെയാണ്. കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ക്യാപ്ച ഒന്നുമല്ല. നമ്മൾ ലോഗിൻ ചെയ്തു. നമ്മുടെ പാസ്വേഡും യൂസർ ID ഒക്കെ കറക്റ്റ് ആയതുകൊണ്ട് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഇവിടെ ഒന്നാമതായിട്ട് നമ്മുടെ കാറ്റഗറി, നമ്മൾ SC ആണോ, OBC ആണോ, ST ആണോ, അല്ലെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറി ആണോ, EWS ആണോ, ഫോർവേഡ് കാസ്റ്റിൽ തന്നെയുള്ള EWS വിഭാഗം നിങ്ങൾക്ക് അറിയാം, അങ്ങനെയുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. കാറ്റഗറി, വെരിഫൈ കാറ്റഗറി ഒന്നുകൂടെ ചോദിക്കുന്നു. നമ്മൾ OBC കൊടുക്കുകയാണ്. നാഷണാലിറ്റി ഡെഫിനറ്റ്ലി ഇന്ത്യൻ ആയിരിക്കും, നമ്മൾ അത് കൊടുക്കുന്നു. ഇനി നമ്മുടെ ബോഡിയിലുള്ള ഒരു വിസിബിൾ ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുന്നു. ഇനി ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കും റിസർവേഷൻ കാണുമല്ലോ. ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ PWBD എന്ന് പറയും, പേഴ്സൺ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി. അതുള്ള ആൾക്ക് അത് കൊടുക്കാം. എന്താ ഡീറ്റെയിൽസ് എന്നുള്ളത് അവിടെയുള്ള ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ഒക്കെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്ക് മാത്രമേ അത് കൊടുത്തിട്ട് കാര്യമുള്ളൂ, അതൊക്കെ എൻറ്റർ ചെയ്യണം. ദെൻ വി ഹാവ് ടു ഗോ ഫോർ ദ അഡ്രസ്. നമ്മൾ അഡ്രസ് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ സ്പേസ് ഇട്ടുകൊണ്ട് അഡ്രസ് കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ, എൻറ്റർ ചെയ്ത് താഴേക്ക് വരാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ കോമയോ കുത്തൊന്നും ഇടാൻ ഓപ്ഷൻ ഇല്ല. നമ്മുടെ അഡ്രസ് പൂർണ്ണമായി നമുക്ക് സിംഗിൾ ലൈനിൽ സ്പേസിൽ ടൈപ്പ് ചെയ്ത് പോകാം. മുഴുവൻ അഡ്രസ്സും ടൈപ്പ് ചെയ്തതിനു ശേഷം ഇത് തന്നെയാണ് നമ്മുടെ
പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും എങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്നത് പെർമനന്റ് അഡ്രസ് ആണ്. പ്രസന്റ് അഡ്രസ് എങ്കിൽ യെസ് കൊടുത്താൽ മതിയാകും. അപ്പം എല്ലാ ഡീറ്റെയിൽസും വീണ്ടും കോപ്പി ചെയ്ത് വരുന്നു. അഗൈൻ സേവ് ആൻഡ് നെക്സ്റ്റ്. അഡീഷണൽ ഡീറ്റെയിൽസ് ഓൾസോ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഓക്കെ, അവസാനത്തെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഡിക്ലറേഷൻ ആണ്. ഇവിടെ പറയുന്ന കാര്യം എന്നുള്ളത് ഇൻഫർമേഷൻ കൊടുത്തതൊക്കെ ക്ലിയർ ആണ്. അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ അതിന്റെ കാൻഡിഡേറ്റർഷിപ്പ് തന്നെ ഇല്ലാതാക്കാനും ഒക്കെ പിന്നെ ടെർമിനേറ്റ് ചെയ്യപ്പെടാനൊക്കെ കാരണമാകും എന്ന് പറയാണ്, ക്യാൻസൽ ചെയ്യപ്പെടുന്നൊക്കെ പറയാണ്. അപ്പൊ അത് അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അഗ്രി കൊടുക്കുക. നമ്മുടെ OTR ഒന്ന് പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നല്ലതാണ്. നമ്മുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്, ആധാർ നമ്പർ, ആധാർ കാണിക്കില്ല, ആധാർ സ്റ്റാർ മാർക്കായിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള പേര്, അതേപോലെ പാരന്റ് നെയിം, ദെൻ നേരത്തെ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും, നമ്മുടെ SLCയുടെ രജിസ്റ്റർ നമ്പർ, അതേപോലെ ഏത് ബോർഡാണ്, ജെൻഡർ, അതേപോലെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതേപോലെ കാറ്റഗറി, ദാറ്റ് മീൻസ് OBC ആണെന്നുള്ള കാര്യം, അതേപോലെ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക്, നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ് ആൻഡ് എവറിഥിങ്, പ്രസന്റ് ആൻഡ് പെർമനന്റ് അഡ്രസ് എല്ലാം ഇവിടെ നമുക്ക് ഒരു തവണ ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഇത് നല്ലതാണ് ഒന്ന് വെരിഫൈ ചെയ്യുന്നത്. വേണമെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പ്രിന്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനാവശ്യമില്ല. ഏതായാലും ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ദെൻ ഡിക്ലറേഷൻ കൊടുക്കുന്നു. ഡിക്ലെയർ സക്സസ്, ഡിക്ലറേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുമ്പോൾ OTR വൺ ടൈം രജിസ്ട്രേഷൻ ഇൻ SSC ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ SSCയിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു. നമുക്കിവിടെ അവസാനിപ്പിക്കാം. അതേസമയം നിങ്ങൾക്ക് ഈ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷമുള്ള ആ പേജ് കൂടെ ഒന്ന് പരിചയപ്പെടുത്താണ്. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ് എന്ന് പറയാം. ഒരാൾ ലോഗിൻ ചെയ്താൽ, ഇനി എപ്പോൾ ലോഗിൻ ചെയ്താലും ഇതേപോലെയാണ് കാണാൻ കഴിയുക. ഇവിടെ നമുക്ക് മുകളിൽ തന്നെ നമ്മുടെ പേര്, അതേപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ID നമ്പർ, അതേപോലെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ദെൻ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതേപോലെ അഡ്രസ്, മുഴുവൻ പേഴ്സണൽ ഡീറ്റെയിൽസും മുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എഡിറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ചില ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാകും, എന്നാലും അത് കൊടുക്കുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. താഴെ നമുക്ക് നമ്മുടെ എക്സാമിനേഷന്റെ ഡാഷ്ബോർഡായിട്ട് കാണാൻ കഴിയുന്നത് ലൈവ് എക്സാമിനേഷൻ. ഇപ്പോൾ ഏതെങ്കിലും എക്സാം SSC നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ CHSL എന്ന് പറയുന്ന +2 ക്വാളിഫിക്കേഷൻ ആയുള്ള എക്സാം അവിടെ ലൈവ് ആണ്. ആ ലൈവ് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് പറയുന്നു. ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 7-ാം തീയതി വരെയാണ്. ഫീ അടക്കാനുള്ള ഓപ്ഷൻ 8-ാം തീയതി വരെ ഉണ്ടാകും. ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്ലൈ. ഓക്കെ, അപ്പൊ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽ ഫോം എന്ന ഓപ്ഷൻ വരും. ഫോം ഫിൽ ചെയ്യാം. നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് പ്രകാരമുള്ള ഡീറ്റെയിൽസ് അവിടെ വരും. ഇനി അഡീഷണൽ ഡീറ്റെയിൽസ്, നമ്മുടെ ക്രൈറ്റീരിയ, എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ സ്റ്റെപ്സ് നോക്കാം നമുക്ക്. കാൻഡിഡേറ്റ് ഇൻഫർമേഷൻ ആണ്. അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ചില എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും. അതേപോലെ പേഴ്സണൽ ഡീറ്റെയിൽസും ഇവിടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്തിട്ടില്ലായിരുന്നു, അത് കൊടുക്കാനുണ്ട്. ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഭാഗങ്ങളുണ്ട്. അതേപോലെ ഫോം പ്രിവ്യൂ ചെയ്ത് സബ്മിറ്റ് ഫോം എന്ന് കൊടുക്കാം. അങ്ങനെ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. അവിടെ നമുക്ക് മേക്ക് ഓൺലൈൻ പേയ്മെന്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. കാരണം SSCയുടെ എല്ലാ എക്സാമിനേഷനും 100 രൂപ ഫീ ഉണ്ടാകും. അത് ഗേൾസിന് ഉണ്ടാവില്ല. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും, അത് OBC ആണെങ്കിലും ജനറൽ ആണെങ്കിലും ഒക്കെ 100 rupees ഫീ ഉണ്ടാകും. ആ ഫീ പേ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അടുത്ത പേജിൽ കാണാം. ആ അടുത്ത പേജിൽ പോകുന്നതോട് കൂടിയിട്ട് ആ പേയ്മെന്റ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ് ആകുന്നത്. അതുകൂടാതെ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വാർണിംഗ് നമുക്കിവിടെ കാണാം. അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു അണ്ടർ ദ വെരിഫിക്കേഷൻ ഓഫ് SSC ആണെന്ന്. നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ ശരിയാണോ, അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ളത്, അതേപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ളത്, ഇതൊക്കെ കറക്റ്റ് ആണോ, അവർ പറഞ്ഞത് പ്രകാരമാണോ എന്നൊക്കെ കാണാൻ പറ്റും. SSCയുടെ വെബ്സൈറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഫോട്ടോ ലൈവ് ഫോട്ടോ ആണ്. നമ്മൾ നേരത്തെ PC-ലൊക്കെ ചെയ്ത പോലെ ഇത്ര KB ഉള്ള സൈസ് ഫോട്ടോ എടുത്തു വെക്കുക എന്നല്ല, ലൈവ് ഫോട്ടോ ആണ്. നിങ്ങൾ ചെയ്യുന്നത് ഒരു ലാപ്ടോപ്പോ മറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ലാപ്ടോപ്പിന്റെ വെബ്കാം ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾ ഒരു മൊബൈൽ ഫോണിലാണ് രജിസ്ട്രേഷൻ നടത്തുന്നതെങ്കിൽ ആ മൊബൈൽ ഫോണിന്റെ ക്യാമറ തന്നെ ഉപയോഗിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു QR കോഡ് കാണാം. ആ QR കോഡ് സ്കാൻ ചെയ്ത് സമയത്ത് നമുക്ക് SSCയുടെ ഒരു ആപ്പ് ലഭിക്കും.
നമ്മുടെ ആൻഡ്രോയിഡിൽ. ആ ആപ്പ് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ, നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ ID-യും പാസ്വേഡും കൊടുത്ത് ആപ്പിനകത്ത് കയറുക. അപ്പോൾ അവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പേജിനകത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത ഭാഗത്തേക്ക് ആ ഫോട്ടോ ഫെച്ച് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. നല്ല സംവിധാനങ്ങളാണ്. ഇനി സൈൻ അതുപോലെയല്ല, ഒരു പേപ്പറിൽ സൈൻ ചെയ്തതിനു ശേഷം അവർ പറയുന്ന ഡയമെൻഷൻസ് പ്രകാരം ഒരു 10 to 20 KB ആണ് എൻ്റെ ഓർമ്മ, അത്രയും 10-20 KB ഉള്ള സൈൻ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അതും കൃത്യമായി അപ്ലോഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ പേയ്മെന്റ് ഓഫ് ഫീ ഉണ്ട്. ആ ഫീ കൂടെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ SSC ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നു. ഞാനത് ഇവിടെ പരിചയപ്പെടുത്തിയത് മിക്കവാറും നമുക്ക് ഇപ്പോൾ SSC രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷന്റെ ലൈവ് ആപ്ലിക്കേഷൻ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ ഒരു ഭാഗത്തേക്കൂടെ +2 ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഡീറ്റെയിൽസ് കൂടെ പറഞ്ഞു തന്നത്. ഏതായാലും ഞാൻ ഈ വീഡിയോ കൂടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. SSC വെബ്സൈറ്റിൽ എങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ നടത്താൻ കഴിയുമെന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും നമുക്കറിയാവുന്ന പോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന് കീഴിലുള്ള വിവിധ ബോർഡുകളിലേക്ക്, വിവിധ തൊഴിൽ മേഖലകളിലേക്ക് ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യേണ്ട എക്സാമാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, നല്ല അട്രാക്റ്റീവായ ജോബിലേക്ക് പ്രവേശിക്കുക. എല്ലാവിധ ഭാവുകളും നേരെയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. കേട്ടതിന് നന്ദി. നമുക്ക് മറ്റൊരു കോണ്ടന്റുമായി വീണ്ടും കാണാം. താങ്ക് യു എവരിബഡി. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. Bye.